നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂം. എൻ്റെ ചാനലിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ദീപാവലി ആശംസകൾ. ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ്, PWDയെക്കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ധാരാളം ആളുകളുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൃത്യമായിട്ട് അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. വളരെ ഓഥൻറ്റിക്കായിട്ടുള്ള ഒരു PWD വീഡിയോ ആണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 36 വർഷത്തെ സേവനത്തിനിടയിൽ 30 വർഷത്തോളം ഞാൻ PWD ഓഡിറ്റ് ചെയ്യുമായിരുന്നു. PWDയുടെ ഒരു ബുക്ക് തന്നെ DC ബുക്സ് എൻ്റേതായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ ഓഡിറ്റ് ചെയ്തതും വലിയ പ്രധാനപ്പെട്ട ഒരാൾ ഞാനായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. സമയം കളയാതെ തന്നെ PWD വർക്ക്സ് ഓഡിറ്റിൻ്റെ വർക്ക്സ് കോഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് വർക്ക്സ് അക്കൗണ്ട്സ് മീൻ എന്നാണ്. എന്താണ് വർക്ക്സ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദ്യം. അക്കൗണ്ട്സ് ഫോർ റെക്കോർഡിംഗ് ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ വർക്ക്സ്. ഓരോരോ വർക്കുകൾ, ഇപ്പം നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വർക്ക്, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സുകൾ, ഇങ്ങനെയെല്ലാം ഇതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ വർക്ക്സ് എന്ന് പറയുന്നത്, സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക്സ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് ഏതാണ്, യൂട്ടിലൈസേഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രാക്ടേഴ്സ്. അതുപോലെ വർക്ക്സ് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കോൺട്രാക്ടേഴ്സ്. ഓരോ കോൺട്രാക്ടറും പല വർക്കുകൾ ഏറ്റെടുക്കും. അതിന് ഓരോ കോൺട്രാക്ടർക്കും ഓരോ രജിസ്റ്ററും അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് നമ്മളെ കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ വർക്ക്സ് ആണെങ്കിൽ എല്ലാ വർക്കുകളുടെയും വിവരങ്ങൾ അടങ്ങുന്ന രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് അന്തർലീനമാണ് എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം വർക്കിനെ സംബന്ധിച്ച അക്കൗണ്ട്സിൻ്റെ വിശദമായ വിവരങ്ങൾ അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സാണ്. അപ്പോൾ വർക്ക്സ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കോൺട്രാക്ടേഴ്സിൻ്റെ എല്ലാ വർക്കുകളും ഉൾക്കൊള്ളിക്കുന്ന ഒരു അക്കൗണ്ടുണ്ട്. ഒരു ഡിവിഷൻ്റെ എല്ലാ വർക്കുകളും ഉൾക്കൊള്ളിക്കുന്ന ഒരു രജിസ്റ്ററുണ്ട്, വർക്ക്സ് രജിസ്റ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങളതിൻ്റെ ആൻസർ എഴുതാൻ. ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് റൂൾ 10(1)(1) C of കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഹു ഈസ് ദി പ്രൈമർലി റെസ്പോൺസിബിൾ ഡിസ്പേഴ്സിംഗ് ഓഫീസർ ഓഫ് ദ ഡിവിഷൻ. അതുപോലെ ഇതിൻ്റെ ഹൈറാർക്കിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഒരു PWD ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ചീഫ് എഞ്ചിനീയർ, താഴെ SC, അതിന് താഴെ EE, അതിന് താഴെ സബ് ഡിവിഷണൽ ഓഫീസർ AXC, അതിന് താഴെ AE, സെക്ഷൻ ഓഫീസർ. ഇതാണ് അവരുടെ ഹൈറാർക്കി എന്ന് പറയുന്നത്. അതിൽ ശരിക്കും എല്ലാ വർക്കുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ്. ആ ഓഫീസിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫീസെന്ന് വിളിക്കുന്നതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നമ്മൾ ഡിവിഷണൽ ഓഫീസർ എന്നും വിളിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ പ്രൈമറിലി ഈ വർക്ക്സിൻ്റെ ഒക്കെ പേയ്മെൻ്റ് എല്ലാം നടത്തുന്നത് എപ്പോഴും ഒരു ഡിവിഷണൽ ഓഫീസറാണ്. So that is a question. Who is primarily responsible dispersing officer of the division? ഒരു ഡിവിഷനിലെ ആരാണ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ, പേയ്മെൻറ്റ് നടത്താനുള്ള അധികാരി ആരാണ്? ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 10(1)(4) ഓഫ് KPWD കോഡ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം അതാണ്. ഇനി റൂൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ മാക്സിമം പീരീഡ് ഓഫ് ടൈം പെർമിസിബിൾ ഫോർ സ്ക്രൂട്ടണി ഓഫ് ബിൽ ഇൻ ദ ഡിവിഷൻ ഓഫീസ് ആൻഡ് പാസിംഗ് ഫോർ പേയ്മെൻറ്റ് ഈസ്. അതായത് ഒരു ബില്ല് ഡിവിഷനിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷനിൽ കിട്ടിയാൽ ഹൗ ലോങ് ക്യാൻ യു കീപ്പ് ഇറ്റ് വിത്ത് യു? അത് എത്ര നാൾ ഉള്ളിൽ തന്നെ അത് പരിശോധിച്ച് അതിൻ്റെ ബില്ല് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട് നിയമപരമായി എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ബിൽ.
അത് താഴെ നിന്നാണ് ആ ബില്ല് വരുന്നത്. കാരണം സെക്ഷൻ ഓഫീസിൽ നിന്നാണ് അദ്ദേഹം AE ആണ് മെഷർ ചെയ്യുന്നതും ബില്ല് പ്രൈമറിലി ആയിട്ട് ഡീറ്റെയിൽസൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് AE ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ 1 month ഫ്രം ദ റെസീറ്റ് ഓഫ് ദ ബിൽ, ആ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനകം അത് സ്ക്രൂട്ടിനി നടത്തി അതിൻ്റെ അക്കൗണ്ട്സൊക്കെ പരിശോധിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തണം. ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 10(2)(3). ദെൻ ഇൻ SDO സബ് ഡിവിഷനിലാണെങ്കിൽ, അത് ചോദ്യത്തിലുള്ളതല്ല എങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, സബ് ഡിവിഷനിലാണെങ്കിൽ വെയർ ഹീ ഈസ് കോമ്പീറ്റൻറ്റ് ഇറ്റ് ഈസ് വിത്തിൻ 2 weeks. അവിടെ 2 ആഴ്ചയാണ് അവർക്ക് സമയം കിട്ടുന്നത്. സോ പ്രിപ്പറേഷൻ ഓഫ് ബിൽ ആഫ്റ്റർ മെഷർമെൻറ്റ് ഓഫ് ദ വർക്ക്, കാരണം ആദ്യം വർക്ക് മെഷർ ചെയ്യുകയാണ്, എന്നിട്ടേ നമുക്കൊരു പേയ്മെൻറ്റ് നടത്താൻ പറ്റൂ. അപ്പോൾ ആ മെഷർമെൻറ്റ് കഴിഞ്ഞാൽ വിത്തിൻ 2 weeks ഫ്രം ദ ഡേറ്റ് ഓഫ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പറയാം. അപ്പോൾ അതിന് ശേഷം 2. അപ്പോൾ SDOയുടെ കേസിലാണെങ്കിലും എങ്ങനെയാണ് എന്നാണ് ഇവിടെ വിശദീകരിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ പേയ്മെൻറ്റ് ഓഫ് കാഷ്വൽ ലേബറേഴ്സ് എംപ്ലോയിഡ് ഫോർ ഷോർട്ട്സ് പീരീഡ്സ് ഫോർ അർജൻറ്റ് വർക്ക്സ് ഓഫ് സൈറ്റ് ക്ലിയറൻസ് ഓഫ് കനാൽസ് എക്സെട്ര മേ ബി മെയ്ഡ് ഇൻ ഫോം. അതായത് അർജൻറ്റ് നേച്ചറുള്ള വർക്കുകളൊക്കെ കാഷ്വൽ ലേബറേഴ്സിന് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെയിലി വേജസിന് ആളിനെ വെച്ചിട്ട് ഒക്കെയാണ് നൽകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഷോർട്ട് പീരീഡ്സിലുള്ള അർജൻറ്റ് വർക്ക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലിയറൻസ് ഓഫ് കനാൽസ്, ഒരു മഴയത്ത് കനാല് മൂടിപ്പോയി അത് ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽ കാഷ്വൽ ലേബറേഴ്സിന് ഉപയോഗിക്കണം. അവർക്ക് പേയ്മെൻറ്റ് നടത്താൻ റൂൾ അനുസരിച്ച്, കോഡ് അനുസരിച്ച് ഏത് ഫോമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ KPW ഫോം 24, ഹാൻഡ് റെസീറ്റ് മെയ്ഡ് ഫ്രം ദ ഗസറ്റഡ് ഓഫീസർ ഓർ ആൻ അപ്പർ സബോർഡിനേറ്റ് ഓഫീസർ. അപ്പോൾ ഇത് ഓർക്കുക, KPW ഫോം 24 വേണം അങ്ങനെയുള്ളവർക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഡീറ്റെയിൽസ് എഴുതേണ്ടത് ആ ഫോമിലാണെന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ആഫ്റ്റർ ഫൈനൽ പേയ്മെൻറ്റ് ഓഫ് ബിൽസ് ദ കംപ്ലീറ്റഡ് മെഷർമെൻറ്റ് ബുക്സ് ഷുഡ് ബി സെൻഡ് ടു വിച്ച് ഓഫീസ് ഫോർ ഫൈനൽ റെക്കോർഡ്. അതായത് എല്ലാ പേയ്മെൻറ്റും നടത്തുന്നത് മെഷർ ചെയ്തിട്ട് മെഷർമെൻറ്റ് ബുക്കിൽ റെക്കോർഡിനനുസരിച്ചാണ്. ശരിക്കും മെഷർമെൻറ്റ് ബുക്കിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഈ വർക്ക് ബില്ലെന്ന് പറയുന്നത് തന്നെ. അതെവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ്. കംപ്ലീറ്റഡ് മെഷർ ഷുഡ് ബി സെൻഡ് ടു വിച്ച് ഓഫീസ് ഫോർ ഫൈനൽ റെക്കോർഡ്. അത് ഡിവിഷണൽ ഓഫീസിലാണ് ആ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത്. റൂൾ 10(2)(10). ക്വസ്റ്റ്യൻ 6. ഹൂ വിൽ ചെക്ക് മെഷർ ദ മെഷർമെൻറ്റ്സ് റെക്കോർഡഡ് ബൈ സബ് ഡിവിഷണൽ ഓഫീസർ. അതുപോലെ ഇത് ഒരു വർക്ക് മെഷർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എപ്പോഴും ഒരു AEക്കാണ്. ആ AE മെഷർമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ മേളിൽ AXC ഒരു 25% ചെക്ക് മെഷർ ചെയ്യണം. ഇനി വളരെ മേജർ വർക്കുകളാണെങ്കിൽ അതിൻ്റെയും മുകളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 10% കൂടി സൂപ്പർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹൂ വിൽ ചെക്ക് മെഷർ ദി മെഷർമെൻറ്റ്സ് റെക്കോർഡഡ് ബൈ സബ് ഡിവിഷണൽ ഓഫീസർ. ആരാണ് സബ് ഡിവിഷണൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ AX മെഷർ ചെയ്തതിൻ്റെ മേളിൽ ചെക്ക് മെഷർ ചെയ്യേണ്ടതെന്നാണ്. അതിൻ്റെ ആൻസർ ഡിവിഷണൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. സി റൂൾ 10(2)(11). ക്വസ്റ്റ്യൻ നമ്പർ 7. ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ആൻഡ് ബിൽസ് ഓഫ് പീരിയോഡിക്കൽ റിപ്പയേഴ്സ് ഓഫ് ബിൽഡിങ്സ് ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് ടേക്കിംഗ് ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ്സ് ബൈ മെയിൻറ്റെയിനിങ് വിച്ച് ബുക്ക്. ഇത് വളരെ ഗഹനമായ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ബിൽഡിങ്, വലിയ ഒരു ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, അതിന് ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് വേണ്ടി വരും. ആ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുഴുവൻ മെഷർമെൻറ്റ്സും നമുക്ക് എടുക്കണമല്ലോ. അതൊരു വലിയ കമ്പർസം പ്രോസസ്സാണ്, വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്നൊക്കെ ധരിക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം PWDയിൽ അതിന് സംവിധാനമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ ബില്ല് കൊടുത്തപ്പോൾ തന്നെ ഒരു മെഷർമെൻറ്റ് ബുക്ക് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്തിട്ട് മെഷർമെൻറ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര ഏരിയ ആണ് ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്തു, എത്ര ഏരിയ പെയിൻറ്റ് ചെയ്തു എന്നൊക്കെ അറിയാനുള്ള സംവിധാനം ആ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത്. 2 തരം മെഷർമെൻറ്റ് ബുക്കുണ്ട്. ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ് ബുക്ക്, എല്ലാ നീളം വീതിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് മറ്റൊരു ബുക്കാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക്. ആ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക് സൂക്ഷിക്കുന്നത് തന്നെ പീരിയോഡിക്കൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായി നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ, സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക്. ആൻഡ് റൂൾ C 10(2)(12). ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എൻട്രീസ് ഇൻ ദ മെഷർമെൻറ്റ് ബുക്ക് ആർ ടു ബി റിവ്യൂഡ് ആനുവലി ബൈ ദ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ. അതായത് മെഷർമെൻറ്റ് ബുക്കിൽ എത്ര പെർസെൻറ്റേജ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ അത്
അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ്. അതിൻ്റെ ആൻസർ 25% സെഡ് ഇൻ റൂൾ 10-14B. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഷുഡ് ചെക്ക് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് 50% എൻട്രി സെലക്റ്റഡ് ഫോർ റിവ്യൂ. അതുപോലെ അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസിയൊക്കെ ചെക്ക് ചെയ്യേണ്ട ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്നത്. കാരണം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ്നെസ്സൊക്കെ മെഷർമെൻറ്റുമായിട്ടല്ല അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം വേണം ചെക്ക് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ മെഷർമെൻറ്റ്സ് ആൻഡ് ചെക്ക് മെഷർമെൻറ്റ്സ് ഓഫ് എ ജംഗിൾ ഓർ വെജിറ്റേഷൻ ടു ബി ക്ലിയർ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ മെഷർമെൻറ്റ് ബുക്ക് അറ്റ് വിച്ച് ടൈം. ഇപ്പോൾ നമുക്കൊരു ജംഗിൾ ക്ലിയർ ചെയ്യാനുണ്ട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പുല്ല് പിടിച്ച അല്ലെങ്കിൽ കുറ്റി ചെടികളൊക്കെ വളർന്ന ഒരു സൈറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ചെടികളുടെ ഒക്കെ മെഷർമെൻറ്റ്സ് നേരത്തെ തന്നെ എടുക്കണം എന്നർത്ഥം. സോ ആൻഡ് ആൻസർ ഈസ് ബിഫോർ ക്ലിയറൻസ് ഓഫ് ജംഗിൾ ഓർ വെജിറ്റേഷൻ. അല്ലാതെ ഇതെല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞതിന് ശേഷം അല്ല മെഷർമെൻറ്റ് എടുക്കാൻ ചെല്ലേണ്ടതെന്നർത്ഥം. ആൻഡ് സി നോട്ട് 1 റൂൾ 10-15. ക്വസ്റ്റ്യൻ നമ്പർ 10. എ സബ് ഡിവിഷണൽ ഓഫീസർ ഇൻസ്റ്റെഡ് ഓഫ് ചെക്ക് മെഷറിംഗ് written in the measurement book the entry measured in my presence whether this can be accepted or not. ഒരു സബ് ഡിവിഷണൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ AX എഴുതിയിരിക്കുന്നു, മെഷർമെൻ്റൊക്കെ എൻ്റെ സാന്നിധ്യത്തിലാണ് നടത്തുക. ഈസ് ഇറ്റ് ഇനഫ്? അത്രയും മതിയോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് പോരാ. ഇറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് ആസ് സെഡ് ഇൻ റൂൾ 10-15C. ദ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഇൻ ദ സ്പെസിഫൈഡ് ഫോർമാറ്റ് ആൻഡ് ഷുഡ് സ്പെസിഫൈ ദാറ്റ് ദ ചെക്ക് മെഷർമെൻറ്റ് വാസ് ഡൺ ബൈ ഹിം and the work done was satisfactory and that the bill claimed represents a correct picture. അതുപോരാ. കാരണം ഹി ഹാസ് ടു ചെക്ക് മെഷർ ചെയ്യുമ്പോൾ ആ മെഷർമെൻറ്റ്സ് എല്ലാം അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് വീണ്ടും അത് ചെക്ക് മെഷർ ചെയ്യുകയും അതിൻ്റെ ഇപ്പോൾ സിമെൻറ്റ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1:2 1:3 എന്നൊക്കെ പറഞ്ഞ് ശരിയായ പ്രപ്പോർഷനിലാണോ എന്ന് ഉറപ്പുവരുത്തുകയും ഡേറ്റഡ് സിഗ്നേച്ചർ ഇട്ട് വേണം എപ്പോഴും ചെക്ക് മെഷർമെൻറ്റും മെഷർമെൻറ്റ് ബുക്കും ഒക്കെ എഴുതാമെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ദിവസമാണ് ഇത് എഴുതിയത്? കാരണം ആ ഡേറ്റിന് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഒരു RCC വർക്ക് ചെയ്യുമ്പോൾ പിന്നെ കമ്പി കെട്ടി അതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പി എത്ര ഉപയോഗിച്ചെന്നോ ഏത് കമ്പിയാണ് ഉപയോഗിച്ചെന്നോ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സച്ച് മെഷർമെൻറ്റ്സ് ആർ ടു ബി ടേക്കൺ ദെൻ ആൻഡ് ദെയർ. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ് ഓൺ ദ ഡേ ഇറ്റ് സെൽഫ്. അതുപോലെ ഡീറ്റെയിൽഡായിട്ട് തന്നെ വേണം അത് എഴുതാൻ. അല്ലാതെ അല്ല എൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്തതെന്ന് അങ്ങ് കാഷ്വലായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല എന്നർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ബിൽ ഫോം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിംഗിൾ പേയ്മെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് സപ്ലൈസ്? ഇപ്പോൾ പല ഫോംസ് ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഉണ്ട്, റണ്ണിങ് അക്കൗണ്ട് ബില്ലുകളുണ്ട്, പിന്നെ അങ്ങനെ പല തരത്തിലുള്ള ഹാൻഡ് റെസീറ്റും ഒക്കെ ആ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇവിടെ ബിൽ ഫോം യൂസ് സിംഗിൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബിൽ. ഒരു ചെറിയ വർക്കാണ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ആണ് എങ്കിൽ സപ്ലൈ ചെയ്തു, മെഷർ ചെയ്തു, അന്നേരം തന്നെ കൊടുക്കുക. അതിനെയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബിൽ എന്ന് പറയുന്നത്. മറ്റേ അങ്ങനെയല്ല. ഒരു മേജർ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മെഷർ ചെയ്ത് അതിനൊരു പേയ്മെൻറ്റ് നടത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്താം, വുഡ് വർക്ക് ചെയ്യുമ്പോൾ നടത്താം. അതിനെല്ലാം CC 1 and part, CC 2 and part, 3 and part, 10 and part, 40 and part ആൻഡ് 41 and ഫൈനൽ എന്ന് പറഞ്ഞിട്ടാണ് അതിനെയാണ് നമ്മൾ റണ്ണിങ് അക്കൗണ്ട് ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബിൽ അല്ലെങ്കിൽ സിംഗിൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഓഫ് എ വർക്ക് ഓർ സപ്ലൈസ്? അതിൻ്റെ ആൻസർ KPW ഫോം 22 റൂൾ 10-17. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഈസ് ദി പ്രൊസീജിയർ ഫോർ ദ ഫൈനൽ പേയ്മെൻറ്റ് ഓഫ് ലംസം പ്രൊവിഷൻ മെയ്ഡ് ഇൻ ദി എസ്റ്റിമേറ്റ് ഫോർ അൺഫോർസീൻ ഐറ്റംസ് ഓഫ് വർക്ക്സ്? അതായത് ഫൈനൽ പേയ്മെൻറ്റ് ഓഫ് ലംസം പ്രൊവിഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലംസം കോൺട്രാക്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വർക്ക് പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിഞ്ഞ് തരികയാണ്. അത് നമ്മൾ മെഷർ ചെയ്യില്ല, നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് തന്നെ അവർ ചെയ്യുന്നതെന്ന് നോക്കുകയുള്ളൂ. എന്നിട്ട് അതിനെ ടേൺ കീ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതിനെല്ലാം കഴിഞ്ഞിട്ട് താക്കോൽ, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ താക്കോൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. യു നീഡ് ഓൺലി ഓപ്പൺ ആൻഡ് എൻ്റർ ഇൻ ടു ഇറ്റ്. അതുകൊണ്ടാണ് ടേൺ കീ ബേസിസ് എന്നൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ ദ പ്രൊസീജിയർ ഫോർ ഫൈനൽ പേയ്മെൻറ്റ് ഒരു ലംസം പ്രൊവിഷൻ ആണെങ്കിൽ ദ എസ്റ്റിമേറ്റ് ഓഫ് അൺഫോർസീൻ ഐറ്റംസ് ഓഫ് വർക്ക് ഒൺലി ആഫ്റ്റർ ആക്ച്വൽ മെഷർമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പക്ഷേ മെഷർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ മെഷർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ദാറ്റ് ഈസ് റൂൾ 10-12. ഇനി ചില സന്ദർഭങ്ങളിൽ അപൂർവമായിട്ടൊരു അഡ്വാൻസ് വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. അത് അഡ്വാൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് മെഷർ ചെയ്തിട്ട് കൊടുക്കുന്ന പേയ്മെൻ്റ് അല്ല എന്നർത്ഥം.
Then question 13, after the work is carried out, the rate revision is, ഒരു വർക്ക് പിന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി കഴിഞ്ഞു, പിന്നീടൊരു റേറ്റ് റിവിഷൻ സാധ്യമാണോ എന്നാണ്. ഒരിക്കലും അല്ല. കാരണം ഒരു എഗ്രിമെൻറ്റിൽ പറയുന്ന യൂണിറ്റ് റേറ്റ്, അതായത് ഇന്ന ഐറ്റം ചെയ്യാൻ ഇത്രയാണ് യൂണിറ്റ് റേറ്റ്, ഷെഡ്യൂൾ ഓഫ് റേറ്റ് വെച്ച് അല്ലെങ്കിൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് വെച്ചിട്ടൊക്കെയാണ് നിശ്ചയിക്കുന്നത്. അത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് എഗ്രിമെൻറ്റ് വെച്ച് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റേറ്റ് റിവിഷൻ ഈസ് നോട്ട് പോസിബിൾ. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അത് തീരുന്നതിന് മുമ്പ് തന്നെ റേറ്റ് റിവിഷൻ വേണമെന്ന് കോൺട്രാക്ടർക്ക് തോന്നിയാൽ അതിനെ പിന്നെ ഒരു എക്സ്ട്രാ ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട വേറെ പ്രൊസീജിയറാണ്. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. സോ സി റൂൾ 10-22 നോട്ട് 3 below the rule. Then question 14, while making payment of the will, the payee should acknowledge the acquittance for dash. ഇപ്പോൾ നമ്മളൊരു വർക്ക് ബില്ല് പ്രിപ്പയർ ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ ബില്ലിൽ തന്നെ കോൺട്രാക്ടർ ഒരു റെസീറ്റ് സൈൻ ചെയ്യണം. അതിൽ തന്നെ ഫോം ഉണ്ട്, ഐ ഹാവ് റിസീവ്ഡ് റുപ്പീസ് സോ മച്ച്. അത് ഈസ് ഇറ്റ് ഫോർ ഗ്രോസ് എമൗണ്ട് ഓർ നെറ്റ് എമൗണ്ട് എന്നാണ്. കാരണം ഒരു ബില്ലിൽ നിന്ന് ഒരുപാട് റിക്കവറീസ് വരും. ഇൻകം ടാക്സ് പിടിക്കണം, GST പിടിക്കണം, കൊടുത്ത വർക്കിൻ്റെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പിടിക്കണം. സോ മെനി ഐറ്റംസ് ഓഫ് റിക്കവറീസ് ആർ ദെയർ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള നെറ്റാണ് അയാൾക്ക് ചെക്കായിട്ട് കൊടുക്കുന്നത്. ആ ചെക്ക് എമൗണ്ടിനാണോ അതേ ഗ്രോസ് എമൗണ്ടിനാണോ അദ്ദേഹം അക്വിറ്റൻസ് തരേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഗ്രോസ് എമൗണ്ട് പേയബിൾ. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ റൂൾ 10-23. Question number 15, payment of amount which was omitted from the bill by mistake after the acceptance of a final bill in full settlement of all demands requires. അതായത് ഒരു ഫൈനൽ ബില്ല് കൊടുത്തു ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഓൾ ദ ഡിമാൻഡ്സ് ഓഫ് ദ കോൺട്രാക്ടർ. അത് കഴിഞ്ഞാൽ പിന്നെ സബ്സിക്വൻ്റ്ലി ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ദർ വാസ് എ പേയ്മെൻറ്റ് ഡ്യൂ. അദ്ദേഹത്തിന് ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ക്യാൻ ഇറ്റ് ബി ഗിവൺ എന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ, ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ സാങ്ഷൻ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സാങ്ഷനോട് കൂടി മാത്രമേ അത്തരം പേയ്മെൻറ്റുകൾ നടത്താവൂ. റൂൾ 10-30B നോട്ട് 3. 16, the demand towards the recoveries of rent and hire of government furniture from officers occupying rental government building is to be prepared in the form. അതായത് റെൻറ്റ് റിക്കവറീസിനും അതുപോലെ ഗവൺമെൻറ് ഫർണിച്ചറൊക്കെ ഹയർ ചെയ്യുന്നതിനും അതിൻ്റെ ഡിമാൻഡ് റേസ് ചെയ്യുന്നത് ഏത് ഫോമിലാണെന്നാണ് KPW ഫോം 45 റൂൾ 934 നോട്ട് 5. Then question 17, what is charged expenditure? Expenditure not subject to the vote of the legislative assembly. അത് നമ്മൾ ബഡ്ജറ്റ് പഠിപ്പിച്ച പറഞ്ഞാണ് ചാർജ്ഡ് ഐറ്റവും വോട്ടഡ് ഐറ്റവും. അതായത് ഒരു ചിലവ് ലെജിസ്ലേച്ചർ വോട്ടിനിട്ട് പാസ്സാക്കുന്നതിനെ വോട്ടഡ് ഐറ്റം എന്നും അല്ലാത്തതിനെയൊക്കെ ചാർജ്ഡ് ഐറ്റം എന്നാണ് പറയുന്നത്. കാരണം വോട്ടിനിട്ട് പാസ്സാക്കാതെ തന്നെ പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ചിലവുകളാണ്. ഗവർണറുടെ സാലറി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാലറി, ഇതൊക്കെ ചാർജ്ഡ് ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ നോട്ട് സബ്ജക്റ്റ് ടു വോട്ട് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ വോട്ടിന് വിധേയമല്ലാത്ത ചിലവുകളെയാണ് ചാർജ്ഡ് ഐറ്റം. റൂൾ 217. ദെൻ വാട്ട് ഈസ് റീ അപ്രോപ്രിയേഷൻ? അത് നമ്മൾ പഠിച്ചാണ്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം വൺ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ടു അനദർ യൂണിറ്റ്. അതായത് വകമാറ്റി ചിലവഴിക്കാൻ നമ്മൾ പറയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി തുക വകയിരുത്തിയാൽ മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടി അത് വകമാറ്റാൻ നോർമലി സാധ്യമല്ല. അങ്ങനെ വകമാറ്റുന്നതിനെയാണ് നമ്മൾ റീ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അതും ബഡ്ജറ്റിൽ ഡിസ്കസ് ചെയ്താണ്. ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടു ദ വർക്ക് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് മെറ്റീരിയൽസ് ബ്രോട്ട് ടു സൈറ്റ് ഈസ്. അതായത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് സൈറ്റിലേക്ക് മുൻകൂറായി തന്നെ കോൺട്രാക്ടർ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് സ്റ്റാക്ക് ചെയ്യും. ആ സ്റ്റാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ 75% വരെ അദ്ദേഹത്തിന് സെക്യൂർഡ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ PWD ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ഒരു സാധനം കൊണ്ടുവന്ന്, ഇപ്പോൾ ബ്രിക്ക് കൊണ്ടുവന്ന് 5 ലക്ഷം ബ്രിക്ക് സ്റ്റാക്ക് ചെയ്താൽ അതിൻ്റെ 75% പേയ്മെൻറ്റ് നടത്തിയാൽ അതൊരു അഡ്വാൻസ് പേയ്മെൻറ്റാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് സെക്യൂർഡ് അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ് ഇൻ റൂൾ 2/26. ദെൻ ക്വസ്റ്റ്യൻ 20, ഇഷ്യൂ റേറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ മെറ്റീരിയൽസ് ഇൻക്ലൂഡ്. അപ്പോൾ നമ്മൾ 2 റേറ്റ് പറയുന്നുണ്ട്, ഇഷ്യൂ റേറ്റും മാർക്കറ്റ് റേറ്റും. മാർക്കറ്റിൽ നിന്നൊരു സാധനം വാങ്ങുന്നതിന് മാർക്കറ്റ് റേറ്റ് എന്നും, അത് വാങ്ങി PWD സ്റ്റോറിൽ, ഇപ്പോൾ PWD സ്റ്റോറില്ല എന്നാലും സ്റ്റോറിൽ സ്റ്റാക്ക് ചെയ്തിട്ടാണ്
കോൺട്രാക്ടർക്ക് വർക്കിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ അതൊരു റേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ റേറ്റിനെയാണ് ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ആൻസർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്യൂ റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ബുക്ക് വാല്യൂ, എന്ത് വിലയ്ക്ക് നമ്മൾ വാങ്ങി, അതിൻ്റെ ഹാൻഡ്ലിംഗ് ചാർജസ്, അത് എടുത്തു വയ്ക്കാനും അപ്ലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ചിലവുകൾ. ദെൻ സ്റ്റോറേജ് ചാർജസ്, സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്തിട്ട് ഒരു വാച്ച്മാനെ നിർത്തണം. സൂപ്പർവിഷൻ ചാർജസ്, അത് വാച്ച്മാൻ കൊടുക്കുന്ന. ഈ എലിമെൻറ്റ്സ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചീഫ് എഞ്ചിനീയർ ഒരു ഇഷ്യൂ റേറ്റ് ഓരോ മെറ്റീരിയലിനും വർക്കൗട്ട് ചെയ്യുന്നത്. അതാണ് ഇഷ്യൂ റേറ്റ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ റൂൾ 2126. Question 21. Unit rate payment is not applicable for the following contracts. യൂണിറ്റ് റേറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത ഏത് കോൺട്രാക്റ്റ് ആണെന്നാണ്. ആൻസർ ഈസ് ലംസം കോൺട്രാക്റ്റ്. റൂൾ 2113 ഇൻക്ലൂഡഡ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് റേറ്റ്. അതായത് യൂണിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൗണ്ടേഷന് ഒരു റേറ്റ്, അല്ലെങ്കിൽ ബ്രിക്ക് വർക്കിന്, ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ലംസം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം, അത് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് യൂണിറ്റ് റേറ്റ് പ്രസക്തമല്ല. അതാണ് അതിൻ്റെ അർത്ഥം. സോ ദാറ്റ് ഈസ് കോൾഡ് ലംസം കോൺട്രാക്റ്റ്. മറ്റേത് ഷെഡ്യൂൾ റേറ്റ് കോൺട്രാക്റ്റ്. പല തരത്തിലുണ്ട് കോൺട്രാക്റ്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ളത് കൂടി കാണുക. Then question 22. The rules contained in Kerala Public Works Account Code are supplementary to the general rules of. ഇപ്പോൾ KPWD A കോഡിൽ പറയുന്നതൊക്കെ കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 സപ്ലിമെൻ്ററി റൂളായിട്ട് വേണം നിങ്ങൾ കണക്കാക്കാൻ. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ റൂൾ 111. 23. The details of destruction of account records with the concurrence of accountant general are to be maintained primarly in form. അതായത് ഒരു പീരീഡ് ഓഫ് പ്രിസർവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ്സൊക്കെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ കൺകറൻസോടുകൂടി വേണം. അങ്ങനെ ആ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കുന്ന ഏത് ബുക്കിലാണ്, ഫോമിലാണെന്നാണ് KPW ഫോം 89 റൂൾ 23(3)(1). Question number 24. The numerical account of all departmental materials issued to a work which shows receipt, usage, balance of materials is commonly known as. ഇപ്പോൾ ഉദാഹരണത്തിന് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് വർക്ക് സൈറ്റിൽ കൊണ്ടുവന്ന് സ്റ്റാക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി അവിടെ നിന്നാണ് വർക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന റെസീറ്റ് ക്വാണ്ടിറ്റി എത്രയാണ്, അതിലെത്ര യൂസ് ചെയ്തു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തു, എത്ര ബാലൻസ് മെറ്റീരിയൽസ് അവിടെ ഇരിപ്പുണ്ട്, ഈ 3 ഘടകവും ഡീറ്റെയിൽഡായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് മെറ്റീരിയൽ അറ്റ് സൈറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ MAS അക്കൗണ്ട് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് PWDയിൽ. ആൻഡ് സി റൂൾ 10(3)(2). അടുത്ത 25ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദി അഡീഷണൽ ക്യാരേജ് ഓർ ഇൻസിഡൻ്റൽ ചാർജസ് ഫോർ മൂവിങ് ദ മെറ്റീരിയൽസ് ബിയോണ്ട് ദ പ്ലേസ് വെയർ ദ കോൺട്രാക്ടർ ഹാസ് അഗ്രീഡ് ടു ടേക്ക് ഡെലിവറി ഷുഡ് ബി ബോൺ ബൈ. അപ്പോൾ സാധാരണയായിട്ട് മെറ്റീരിയൽസ് ആണെങ്കിൽ അതിൻ്റെ ക്വാറി സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് സൈറ്റ് എവിടെയാണെന്നറിയണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺവെയൻസ് അല്ലെങ്കിൽ കാരേജിൻ്റെ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ മൂവിങ് മെറ്റീരിയൽസ് ബിയോണ്ട് വെയർ ദ കോൺട്രാക്ടർ ഇസ് അഗ്രീഡ് ടു ടേക്ക് ഷുഡ് ബി ബോൺ ബൈ. പക്ഷേ ഒരു അഡീഷണൽ കാരേജ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദൈർഘ്യത്തിലേക്ക് മെറ്റീരിയൽസ് ക്യാരി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് ആര് വഹിക്കണം എന്നാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ബോൺ ബൈ ദ കോൺട്രാക്ടർ ഹിംസെൽഫ് ആസ് സെഡ് ഇൻ റൂൾ 10(3)(4)(c). Question 26. What is the rate of supervision charges to be realized for the sale of departmental materials to the public? അതായത് സൂപ്പർവിഷൻ ചാർജ് എന്തിനുള്ളതാണ്? റിയലൈസ്ഡ് ഫോർ സെയിൽ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുമ്പോൾ അതിന്മേലുള്ള സൂപ്പർവിഷൻ ചാർജ് പിന്നെ എത്ര % ഈടാക്കണം എന്നാണ്. അതിൻ്റെ ആൻസർ 20%, റൂൾ 7(2)(24)(c). Question 27. The contract to execute a complete work with all its contingencies as per the drawings and specifications for a fixed amount is known as dash. അത് നമ്മൾ പറഞ്ഞാണ്. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക വിത്ത് ഓൾ ഇറ്റ്സ് അനുബന്ധമായി വരുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് പരിപൂർണമായിട്ടും ഒരു വർക്ക് ചെയ്തു തീർക്കുക. വിത്ത് ദീസ് ഡ്രോയിങ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട്, ഒരു നിശ്ചിത തുകയ്ക്ക് ആ വർക്ക് തീർത്ത് തരിക. അതിനെ നമ്മൾ എന്ത് കോൺട്രാക്റ്റ് എന്നാണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ലംസം കോൺട്രാക്റ്റ്. Question 28. The transaction of receipts is classified temporarily under dash as the exact head of account cannot be ascertained. The transaction of receipt is ഒരു റെസീറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ
താൽക്കാലികമായി അക്കൗണ്ട് ചെയ്യുന്നത് ഏത് ഹെഡിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ PWD ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് എ സസ്പെൻസ് സെറ്റ്. അപ്പോൾ അങ്ങനെ ഒരു റെസീറ്റ് നമുക്ക് ശരിക്കും അതൊരു റവന്യൂ റെസീറ്റ് അല്ല എങ്കിൽ അത് ഇനിഷ്യലി വി വിൽ അക്കൗണ്ട് ഇറ്റ് ഇൻ ദ PWD ഡെപ്പോസിറ്റ്. ഉദാഹരണത്തിന് മറ്റൊരു ഏജൻസിക്ക് വേണ്ടി PWD ഒരു വർക്ക് ചെയ്താൽ ആദ്യ എമൗണ്ട് കൊടുക്കുന്നതിന് PWD ഡെപ്പോസിറ്റ് 8443 സിവിൽ ഡെപ്പോസിറ്റ് PWD ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മളത് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ റെസീറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ചാർജ്, ഒരു PWD ഡെപ്പോസിറ്റിൽ റിസീവ് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്റായിട്ട്. അതേസമയം ഒരു പേയ്മെൻറ്റ് നടത്തി, ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി, അതൊരു ഫൈനൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി അക്കൗണ്ടഡ് ഇൻ മിസ്ലേനിയസ് പബ്ലിക് വർക്ക്സ് അഡ്വാൻസ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇത് രണ്ടും ഓർക്കുക. മിസ്ലേനിയസ് പബ്ലിക് അഡ്വാൻസും ഉണ്ട്, PWD ഡെപ്പോസിറ്റും ഉണ്ട്. അതിന് വിശദമായി നിങ്ങൾ റൂൾ 322 വായിക്കുക. Question 29. Expenditure connected with the execution of works in Kerala Raj Bhavan is a dash expenditure on the consolidated fund of the state. അത് കേരള രാജ്ഭവനിലെ ചിലവുകളൊക്കെ വേണ്ടി വരുമ്പോൾ അത് നിർവഹിക്കുന്നത് അതാത് സമയത്തൊന്നും ലെജിസ്ലേച്ചറിൻ്റെ സാങ്ഷൻ വാങ്ങാൻ സാധ്യമല്ല. സോ കോൺസ്റ്റിറ്റ്യൂഷണലി ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ചാർജ്ഡ് ഐറ്റം. അതാണ് അതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നോട്ട് 1 അണ്ടർ റൂൾ 3(1). Next is question 30. The sums required to satisfy any judgment, decree or award of any court or arbitral tribunal is dash expenditure. അപ്പോൾ ഏതെങ്കിലും ഒരു കോടതി വിധി അനുസരിച്ചിട്ട് ഒരു പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നാൽ ആ കോടതി വിധി നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ സാധ്യമല്ല എന്നൊക്കെ നമുക്കൊരു സന്ദേഹം ഉണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല. ഒരു കോർട്ട് ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ആർബിട്രേഷനും ഒരു കോടതി തന്നെയാണ്. അങ്ങനെ വരുന്ന ജഡ്ജ്മെൻറ്റുകൾക്കനുസരിച്ച് പേയ്മെൻറ്റ് നടത്തുന്ന ആ ചിലവുകളൊക്കെ ഇറ്റ് ഈസ് എ ചാർജ്ഡ് എക്സ്പെൻഡിച്ചറാണ്. അതിന് വോട്ടഡ് എക്സ്പെൻഡിച്ചറായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകമായിട്ട് വോട്ട് ചെയ്ത് പാസ്സാക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. സി നോട്ട് 3 അണ്ടർ റൂൾ 3(1)(9). ക്വസ്റ്റ്യൻ നമ്പർ 31. ദ ഇൻട്രൊഡക്ഷൻ ഓർ അബോളിഷൻ ഓഫ് മേജർ മൈനർ അക്കൗണ്ട്സ് ഹെഡ്സ് ഓർ ചേഞ്ച് ഓഫ് നോമൻക്ലേച്ചർ ഓഫ് എക്സിസ്റ്റിംഗ് ഹെഡ്സ് റിക്വയർസ് ദി അപ്രൂവൽ ഓഫ്. ഇപ്പോൾ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, അങ്ങനെ 6 ടയർ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിലേതെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദമാണ് ആവശ്യം? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ അത്തരം ചേഞ്ചസ് വരുത്താൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ഇൻ നോട്ട് 1 അണ്ടർ റൂൾ 3(1)(8). ക്വസ്റ്റ്യൻ 32. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഹെഡ് ഈസ് നോൺ ആസ്. ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ യൂണിറ്റ് ഏതാണ്? അതിൻ്റെ ആൻസർ മേജർ ഹെഡാണ്. ഫസ്റ്റ് മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്, ഓബ്ജക്റ്റ് ഹെഡ്. ദാറ്റ് ഈസ് ദി ഓർഡർ. റൂൾ 3(1)(7). 33rd question. If the details of class of transactions prescribed in the accounts are not sufficiently indicative of the financial results, supplementary accounts are to be annually prepared is known as. അതായത് ഒരു അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ട്, അതിൻ്റെ യൂട്ടിലൈസേഷൻ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ എൻക്വയറി ചെയ്ത എക്സ്പെൻഡിച്ചർ ലാഭകരമായിരുന്നോ അല്ലെങ്കിൽ വയബിളായിട്ടുള്ളൊരു പ്രോജക്റ്റാണോ എന്നൊക്കെ ചിലപ്പോൾ അറിയാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കാരണം അതിൽ നിന്ന് എത്ര റവന്യൂ ഗവൺമെൻറ്റിന് കിട്ടിയെന്നൊക്കെ അറിയണം. അങ്ങനെ പ്രത്യേകമായി സ്പെസിഫിക്കായിട്ട് അറിയേണ്ട കേസുകൾ വരുമ്പോഴാണ് നമ്മൾ സാധാരണ അക്കൗണ്ട്സിൻ്റെ കൂടെ തന്നെ ഒരു പ്രോഫോമ അക്കൗണ്ട്സ് കൂടി പ്രിപ്പയർ ചെയ്യും. പ്രോഫോമ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം വിവേചിച്ച് അറിയാൻ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് പ്രോഫോമ അക്കൗണ്ട്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റൂൾ 22(4)(27). 34th question. ഹൗ ദി അൺഎക്സ്പെക്റ്റഡ് ബാലൻസ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് വർക്ക് ബി ട്രീറ്റഡ്. അതായത് ഒരു ഡെപ്പോസിറ്റ് വർക്ക് തന്നു, അതിൽ ഒരു പോർഷൻ അൺഎക്സ്പെൻഡഡ് ആണ്, ചിലവഴിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് ഒരു വർക്ക് ചെയ്യാനായിട്ട് PWD ഏൽപ്പിച്ചു. അവർ 49 ലക്ഷം മതിയായിരുന്നു, 1 ലക്ഷം മിച്ചം വന്നാൽ അതെന്ത് ചെയ്യണം എന്നാണ്. ആൻഡ് ആൻസർ ഇറ്റ് ഷുഡ് ബി സറണ്ടേഡ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ. ആരാണോ ഈ 50 ലക്ഷം തന്നത് ആ 1 ലക്ഷം അതേ ഹെഡിൽ അതേ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ സറണ്ടർ ചെയ്യണം. ദാറ്റ് ഈസ് സെഡ് ഇൻ റൂൾ 10(6)(9)(b), നോട്ട് ബിലോ ദാറ്റ്. ഇനി KPWD കോഡിൻ്റെ കൂടെ തന്നെ കുറേ അപ്പൻഡിക്സ് ഉണ്ട്. അതിൽ കുറേ റൂളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ അപ്പൻഡിക്സ് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്.
ആ അപ്പൻഡിക്സിൽ നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 35. ഹൂ ഈസ് ദി എസ്റ്റിമേറ്റിംഗ് ഓഫീസർ വിത്ത് റിഗാർഡ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് PWD? PWDയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി ഓർ ദി എസ്റ്റിമേറ്റിംഗ് അതോറിറ്റി ആരാണെന്നാണ്. ആൻഡ് ആൻസർ ചീഫ് എഞ്ചിനീയർ PWD. അപ്പൻഡിക്സ് 4.2 ഓഫ് KPWD എ കോഡിലാണ് പറയുന്നത്. അപ്പോൾ അപ്പൻഡിക്സ് നോക്കാൻ മറക്കരുത്. വിശേഷിച്ചും അപ്പൻഡിക്സ് 4 വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ 36. വൈൽ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രൊവിഷൻ ഫോർ ന്യൂ വർക്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 2 എസ്റ്റിമേറ്റ്സ് ഫോർ വിച്ച് ഡാഷ് ഹാസ് ബീൻ ആൾറെഡി അക്കോർഡഡ്. അതായത് പ്രൊവിഷൻ ന്യൂ വർക്ക്സിനുള്ള പ്രൊവിഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ബഡ്ജറ്റിൻ്റെ പ്രപ്പോസലിൽ ഏത് ഭാഗത്താണെന്നാണ് പാർട്ട് 2 എസ്റ്റിമേറ്റിലാണ്. അതിന് ഫോർ വിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ആവശ്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഈസ് റിക്വയർഡ്. സോ ഫോർ വിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ഹാസ് ഓൾറെഡി ബീൻ അക്കോർഡഡ്. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഭരണാനുമതി. അപ്പൻഡിക്സ് 4.12. 37 ക്വസ്റ്റ്യൻ. പ്രൊവിഷൻ ഫോർ ഡാഷ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 1 ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. പാർട്ട് 1 ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ എന്തിൻ്റെ പ്രൊവിഷനാണ് വയ്ക്കുന്നത്? റീപ്ലേസ്മെൻറ്റ് ഓഫ് അൺസർവീസബിൾ മെഷീനറി. അൺസർവീസബിൾ മെഷീനറി എന്തൊക്കെയുണ്ട്, അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻസൊക്കെ വെക്കുന്നത് പാർട്ട് 1 ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിലാണ്. PWDയുടെ അപ്പൻഡിക്സ് 4.10. ക്വസ്റ്റ്യൻ 38. എക്സ്പെൻഡിച്ചർ ഫോർ ന്യൂ സ്കീംസ് പ്രൊവൈഡഡ് ഇൻ ദി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ പബ്ലിഷിംഗ് ദ ഡാഷ് ഇൻ ദി ഗവൺമെൻറ് ഗസറ്റ് ആൻഡ് ഗെറ്റിംഗ് സാങ്ഷൻ. അതായത് ന്യൂ സ്കീംസിൻ്റെ എക്സ്പെൻഡിച്ചർ, ആ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രൊവിഷൻ വെക്കുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്നൊക്കെ പറയുന്നത്. ഡിമാൻഡ് ഫോർ ഗ്രാൻഡൊക്കെ ബഡ്ജറ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ ദി പബ്ലിഷിംഗ്. അപ്പോൾ ന്യൂ സ്കീംസിനുള്ള പ്രൊവിഷൻ വെക്കാൻ പറ്റുന്നത് എന്തിന് ശേഷമാണ്? അതായത് അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സായതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് പാസ്സാവും, പിന്നീട് ഫൈനാൻസ് ആക്ട് പാസ്സാവും, പിന്നീട് അപ്രോപ്രിയേഷൻ ആക്റ്റാണ്. ആ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാകുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ അപ്രോപ്രിയേഷൻ ഫോർ ഈച്ച് ആൻഡ് എവരി പ്രോജക്റ്റ് ഓർ അസൈൻമെൻറ്റ് ഫണ്ട് ഫോർ ഈച്ച് ആൻഡ് എവരി പ്രോജക്റ്റ് അത് പാസ്സാവുന്നതിനെയാണ് അപ്രോപ്രിയേഷൻ ആക്ട് നിയമമായി എന്നർത്ഥം. അപ്രോപ്രിയേഷൻ ആക്റ്റാണ് പാസ്സാക്കുന്നത്. ദാറ്റ് ഈസ് അപ്പൻഡിക്സ് 4.14. ദെൻ ക്വസ്റ്റ്യൻ 39. ദ ലെജിസ്ലേച്ചർ മേക്സ് ഗ്രാൻഡ് ഇൻ അഡ്വാൻസ് stating the total sum required for the various amounts needed for each department under Article 206(1) of the Constitution of India, and this is called അതായത് ഗ്രാൻഡിന് അഡ്വാൻസ് നൽകുന്നത് അതിന് പ്രൊവിഷൻ വെക്കുന്ന ആർട്ടിക്കിൾ 206(1) ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അനുസരിച്ചിട്ടാണ്. ആൻഡ് അതിനെ എന്താണ് വിളിക്കുന്നത്? ആ ഗ്രാൻഡിൻ എയ്ഡ് അഡ്വാൻസിനെ അത് പാസ്സാക്കേണ്ടതാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിനെയാണ്. ദാറ്റ് ഈസ് സെറ്റ് ഇൻ അപ്പൻഡിക്സ് 4.15. അടുത്ത ക്വസ്റ്റ്യൻ 40. അതോറിറ്റി ഫോർ ദി അപ്രോപ്രിയേഷൻ ഓഫ് എമൗണ്ട് പ്രൊവൈഡഡ് ഇൻ ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ഗ്രാൻഡ് ഇൻ എയ്ഡീസ്. ഈ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് അനുവദിച്ച് കൊടുക്കുന്നതിനെയാണ് അപ്രോപ്രിയേഷൻ ഓഫ് എമൗണ്ട് പ്രൊവൈഡഡ് ഇൻ ദി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇൻ ദ കേസ് ഓഫ് ഗ്രാൻഡ് ഇൻ എയ്ഡ് വഴിയുള്ള പേയ്മെൻറ്റ് നൽകുന്നതിനുള്ള അതോറിറ്റി ആരാണ്? അതിൻ്റെ ആൻസർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഗവൺമെൻറ്. GAD ആണ് അതിനാവശ്യമായിട്ടുള്ള അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാങ്ഷൻ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൻഡിക്സ് 4.18 ഗ്രാൻഡ് ഇൻ എയ്ഡ് പേയ്മെൻറ്റിന്. ദെൻ ക്വസ്റ്റ്യൻ 41. സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി പ്രസൻറ്റഡ് ടു ദി അസംബ്ലി ആസ് ലെയ്ഡ് ഡൗൺ ഇൻ ആർട്ടിക്കിൾ 205 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ഇൻകർ എക്സ്പെൻഡിച്ചർ ഓഫ് ന്യൂ സർവീസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ബഡ്ജറ്റ്. ന്യൂ സർവീസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ബഡ്ജറ്റിൽ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും ഒരു ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഫർസി ചെയ്യാൻ വിട്ടുപോയ ഏതെങ്കിലും ഒരു ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ അത്യന്താപേക്ഷിതമായി ഗവൺമെൻറ്റിന് നിർവഹിക്കേണ്ടി വന്നാൽ അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ ഐറ്റത്തിനെയാണ് നമ്മൾ ന്യൂ സർവീസ് എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടൊരു സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ അസംബ്ലിയിൽ വെക്കുകയും വേണം. ഇനിഷ്യലി അത് കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് മീറ്റ് ചെയ്യുമെങ്കിലും പിന്നീട് ഒരു സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആർട്ടിക്കിൾ 205 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പാസ്സാക്കുകയും അത് റെഗുലറൈസ് ചെയ്യുകയും വേണം. അപ്പോൾ അതിൻ്റെ ആൻസർ ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂ സർവീസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. ദാറ്റ് ഈസ് അപ്പൻഡിക്സ് 434(b)(2). ദെൻ ക്വസ്റ്റ്യൻ 42. അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ഇൻ ദ ഫൈനൽ അപ്രോപ്രിയേഷൻ. The actual expenditure and variations will be prepared
ആഫ്റ്റർ ദി ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ബൈ ദി. അപ്പോൾ അപ്രോപ്രിയേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഐറ്റം ചെയ്യുന്നതിനും എത്ര തുക അനുവദിച്ചു, അപ്രോപ്രിയേറ്റ് ചെയ്തു, അതിനനുസരിച്ച് അവർ എത്ര ചെലവഴിച്ചു, അതിനനുസരിച്ച് ബാലൻസ് വന്നിട്ടുണ്ടോ, ഈ 3 കണക്കുകളും വിശദമായി ഓഥൻറ്റിക്കായിട്ട് തയ്യാറാക്കുന്ന അധികാരി ആരാണെന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ ഇറ്റ് ഈസ് ദി അക്കൗണ്ടൻറ്റ് ജനറൽ, അപ്പൻഡിക്സ് 441 of KPW account code. 43. The excess expenditure noticed after the close of financial year can be regularized by the legislature on the basis of the report of dash committee. ഇപ്പം നമ്മൾ എത്ര വിചാരിച്ചാലും ഈ എക്സ്പെൻഡിച്ചറൊക്കെ ബഡ്ജറ്ററി പ്രൊവിഷന് ഉള്ളിൽ നിർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. സോ ദർ മേ ബി സം ഒക്കേഷൻസ് വെയർ ദി എക്സ്പെൻഡിച്ചർ എക്സീഡ്സ്. അപ്പോൾ ആ തുക എക്സീഡ് ചെയ്ത് പോയി എന്ന് വരാം. അങ്ങനെ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെ ലീഗലായിട്ട് തന്നെ എക്സീഡ് ചെയ്തു പോയ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അത് ലീഗലൈസ് ചെയ്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അത് ഏത് റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്, ആരുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് അങ്ങനെ അത് റെഗുലറൈസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. കാരണം എല്ലാ ചിലവുകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ആ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ എക്സസ് എക്സ്പെൻഡിച്ചർ നമുക്ക് റെഗുലറൈസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ അപ്പൻഡിക്സ് 443B. 44th question. Receipts from national highways which are maintained during national highway funds can be credited to. അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസീറ്റ്, ഇപ്പോൾ ടോൾ വഴിയൊക്കെ കിട്ടുന്ന റെസീറ്റ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നാഷണൽ ഹൈവേ ഫണ്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റോഡ്സിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റനൻസും റിപ്പയേഴ്സിനും വേണ്ടിയിട്ടാണ്. ആ ഫണ്ട് എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ്, എവിടെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ് അക്കൗണ്ട്സിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൻഡിക്സ് 4 റൂൾസ് ഗവേണിംഗ് എക്സ്പെൻഡിച്ചർ ഓൺ നാഷണൽ ഹൈവേയിലാണ് അത് വിശദീകരിച്ചിരിക്കുന്നതെന്നർത്ഥം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 45. ഒറിജിനൽ വർക്ക് ഓൺ നാഷണൽ ഹൈവേ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് അക്കോർഡഡ് ടെക്നിക്കൽ അപ്രൂവൽ ആൻഡ് ഫൈനാൻഷ്യൽ സാങ്ഷൻ ഈസ് നോൺ ആസ്. അതായത് നാഷണൽ ഹൈവേയുടെ ഒറിജിനൽ വർക്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ സാങ്ഷനും ഫൈനാൻഷ്യൽ സാങ്ഷനും ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് അപ്രൂവ്ഡ് വർക്ക്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ അപ്പൻഡിക്സ് 6 Annexure 2 Definition 2B. ഇതോടുകൂടി PWD ഒരു 45 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഐ വാസ് ജസ്റ്റ് ബ്രഷിങ് ഇറ്റ് അപ്പ് ആൻഡ് റഷിങ് ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ്. So thank you very much for your valuable time and wish you best of luck. Thank you.